വളരെ വിഷമത്തോടുകൂടി ഞാൻ പറയാണ്, പല സ്കൂളിലും ടീച്ചേഴ്സിന് വെഹിക്കിൾ കൊണ്ടുവന്ന് നിർത്താൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് എൻ്റെതായ നിയമങ്ങൾ, എനിക്ക് റൂളുകൾ അനുസരിക്കേണ്ട കാര്യമില്ല. കള്ളം പറയാം, മോഷ്ടിക്കാം, എന്ത് അപകടവും കാണിക്കാം, എന്ത് ഹൈ റിസ്ക് ബിഹേവിയറും ചെയ്യാം, തീയിട്ട് കത്തിക്കാം, മൃഗങ്ങളെ ഉപദ്രവിക്കാം. ഫോർഗീവ്നെസ് ചോദിക്കാൻ, അപ്പോളജൈസ് ചെയ്യാൻ കുഞ്ഞുങ്ങളോട് ഒരു മടിയും വിചാരിക്കേണ്ട. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യാനും കൂട്ടിപ്പിടിക്കാനും എല്ലാ മനുഷ്യർക്കും സാധിക്കും. പക്ഷേ ഒരു പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന ആളെ നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞത് ശരിക്കും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ഗെയിമുകളും അപകടകാരികളൊന്നുമല്ല. കുട്ടികൾക്കൊരു സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റുമാണ്. കുറച്ച് സമയം റിലാക്സ് ചെയ്യാനും പറ്റും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അധ്യാപകനോട് കയർക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ പുറത്തു വന്നത്. അതിന് പിന്നാലെ ആ കുട്ടി നേരിട്ട സൈബർ ആക്രമണവും ചെറുതല്ല. ചില കുട്ടികളിലെങ്കിലും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് പിന്നിൽ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ആയിരിക്കും കാരണം. അതിനെ ആത്മസംയമനത്തോടെ നേരിടാൻ അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ പഠിക്കേണ്ടതാണ്. കുട്ടികളിലെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് എന്താണെന്ന് ഇന്ന് മൈൻഡ് മാറ്റേഴ്സിൽ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് മാനസികാരോഗ്യ വിദഗ്ധയായ ഡോക്ടർ വർഷ വിദ്യാധരൻ. അതിവൈകാരികമായിട്ട് പ്രതികരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, തീരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിയന്ത്രണമില്ലാതെ പെരുമാറുന്ന കുട്ടികളൊക്കെ. അത് ഭയങ്കര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യവുമല്ലല്ലോ. ചില ഘട്ടങ്ങളിലെങ്കിലും ഇങ്ങനത്തെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളായിരിക്കും ഇത്തരം സാഹചര്യങ്ങൾക്ക് പിന്നിൽ. അപ്പോൾ എത്രത്തോളം പ്രധാനമാണ് ശരിക്കും അതും കൂടി അഡ്രസ്സ് ചെയ്യേണ്ടത്? നമ്മളില്ലേ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഒരു പ്രശ്നമായിട്ട് പുറത്ത് വരുമ്പോഴാണല്ലോ പലപ്പോഴും ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും ഈ പറഞ്ഞ വിഷയങ്ങൾ അവിടെ കുറച്ച് കാലമായിട്ട് പലതരം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. ഒരു പക്ഷേ പലതവണ സ്കൂളിൽ നിന്ന് ഇഷ്യൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അധ്യാപകർ വിളിച്ച് വോൺ ചെയ്തിട്ടുണ്ടായിരിക്കണം, ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ടാവണം. ഇത് ഒരു സമൂഹ മാധ്യമത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ആളുകൾ അറിയുമ്പോഴാണ് അതിനെതിരെ പറയുന്നവരുണ്ടാവാം, അതിന് ഫോറായിട്ട് പറയുന്നവരുണ്ടാകാം. അപ്പോഴാണ് ഇതൊരു ഇഷ്യൂവിലേക്ക് വരുന്നത്. അപ്പോൾ കുട്ടികൾ വളരുന്ന കാലത്ത് നമുക്കറിയാം സ്വഭാവം, പെരുമാറ്റം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ അവരുടെ പഠനവും മോൾഡ് ചെയ്ത് വരുമ്പോഴാണ് അവരുടെ വൈകാരികമായ ഇമോഷണലായ ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ എഡ്യൂക്കേഷണൽ ഗോൾസും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഒക്കെ പൂർത്തിയാവുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ബിഹേവിയേഴ്സിനെ എത്രമാത്രം ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് മാറിയ കാലത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഇക്കാര്യത്തിൽ. അവർക്ക് സ്പോയിൽഡ് ആകാൻ അല്ലെങ്കിൽ മോശം റൂട്ടിലേക്ക് എത്താൻ തന്നെ ഒരുപാട് വഴികളുണ്ട്. അതിൻ്റെ കൂടെ അവരുടെയുള്ള ജന്മനാൽ പ്രകൃതം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം, അവരുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ അവർക്കുള്ള പോരായ്മകൾ കൂടിയാകുമ്പോൾ ഇതൊക്കെ ബിഹേവിയറൽ പ്രോബ്ലംസ് ആയിട്ടാണ് പുറത്തു വരിക. ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുന്ന കാലത്ത് സാറ് നമ്മളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, കുഞ്ഞിനല്ല പ്രശ്നം, ചില പെരുമാറ്റങ്ങൾക്കാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കുഞ്ഞിനെ സ്റ്റാമ്പ് ചെയ്യരുത്, ആ പെരുമാറ്റത്തിനെ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാൻ പാരൻറ്റിനെയോ ടീച്ചറെയോ പഠിപ്പിക്കണം. അപ്പോൾ പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അവൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ സഹിക്കാൻ ബുദ്ധിമുട്ടാണ്, ഈ രീതിയിൽ ചൈൽഡിനെ സ്റ്റാമ്പ് ചെയ്ത് ഒരു സ്റ്റിഗ്മ കൂടി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ ഒന്നുകൂടി ബുദ്ധിമുട്ടാവും. അപ്പോൾ ആകത്തുകയിൽ പറഞ്ഞാൽ സാധാരണഗതിയിലല്ലാതെ പക്വതയില്ലാതെ അല്ലെങ്കിൽ പ്രായത്തിനൊപ്പിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ് ഒരുപാട് വ്യത്യാസമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമുക്കറിയാലോ. വളരുമ്പോൾ കുട്ടികൾക്ക് വികൃതി ഉണ്ടാവും, വാശി ഉണ്ടാവും, അവരൊച്ചയെടുത്ത് സംസാരിക്കും. അതൊക്കെ പ്രായത്തിൽ കവിഞ്ഞ് സ്ഥിരമായിട്ട് സ്വഭാവ പെരുമാറ്റ പ്രശ്നങ്ങളായിട്ട് കാണുമ്പോൾ അതിലെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആ പ്രശ്നത്തിൻ്റെ അറ്റത്തേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഇടപെടേണ്ടതും അതിലേക്ക് പരിശോധിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ഹൈപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ അവരുടെ അടുത്തുനിന്ന് ഉണ്ടാവും. പലരും ആ രീതിയിലും ആയിരിക്കും അതിനെ നിസ്സാരമായിട്ട് വിടുന്നതും.
അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും ശ്രദ്ധിക്കേണ്ടി വരിക? അതായത് ഇത് സാധാരണ അല്ല, ഈ ലക്ഷണങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്, അപ്പം ഇതിനൊരു പരിഹാരം തേടേണ്ടതുണ്ടെന്ന് വീട്ടുകാരും അല്ലെങ്കിൽ സ്കൂളിലുള്ളവരാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഒക്കെ തിരിച്ചറിയേണ്ടത് അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? എനിക്ക് തോന്നുന്നു അതിന് നമ്മുടെ കോമൺ ലോജിക്ക് ഉപയോഗിച്ചാൽ മതിയാവുന്നു. ഞാനിപ്പോൾ ഇന്ന് ലാസ്റ്റായിട്ട് കണ്ട ഒരു മോൻ്റെ അവൻ്റെ പാരൻസ് മാത്രമാണ് ആക്ച്വലി വന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. തിരക്കടില്ലാതെ പഠിക്കുമായിരുന്നു. പാരൻസ് പറഞ്ഞാൽ കാര്യങ്ങൾ കേൾക്കാൻ, അനുസരിക്കാൻ പൊതുവെ അവന് പ്രശ്നമുള്ള ആളാണ്. വീട്ടിലേക്കുള്ള കാര്യങ്ങളോട് സഹകരിക്കാൻ പ്രശ്നമുള്ളതാണ്. ഒരു ഘട്ടത്തിൽ അവന് പാരൻറ്റിൻ്റെ അടുത്തുനിന്ന് ഐപാഡ് കിട്ടുകയും പിന്നെ അതിൽ ഒരുപാട് ഗെയിമിങ്ങിലേക്ക് ഇൻട്രസ്റ്റ് വരികയും അതോടെ വന്നപ്പോൾ സ്കൂളിൽ പോയി വരും എന്നതിൽ കവിഞ്ഞ് വീട്ടിലേക്ക് ഒരു ആക്ടിവിറ്റീസും ഇല്ല, ഒരു ഇൻട്രാക്ഷനും ഇല്ല. അവൻ്റെ ടൈം ഫുള്ള് ഈ ഗെയിമിങ്ങിലേക്കായി തുടങ്ങി. അത് പഠിത്തത്തിനെയും ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയും ബാധിച്ച് കഴിഞ്ഞപ്പോൾ പാരൻ്റ് പറഞ്ഞിട്ടും പലതവണ അനുസരിക്കാതെ ആയപ്പം അവർക്ക് നിർബന്ധപൂർവം ഈ ഐപാഡ് പിടിച്ച് മാറ്റേണ്ടി വന്നു. ഐപാഡ് പിടിച്ച് മാറ്റിക്കഴിഞ്ഞതോടുകൂടി കുട്ടി പിന്നെ വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ സംസാരിക്കാതെയായി. റിബല്യസ് ആയിട്ടുള്ള പെരുമാറ്റം തുടർച്ചയായി. ഇതിന് പകരം കുട്ടി ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് ബുക്സ് റെൻറ്റ് ചെയ്തിട്ട് ബുക്സ് കിട്ടുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ബുക്സ് വാങ്ങി വായിക്കാൻ തുടങ്ങി. അപ്പോൾ പാരൻറ്റിന് തുടക്കത്തിലൊരു സമാധാനമായി, എന്താ ഗെയിമിംഗ് മാറി ബുക്സിലേക്ക് വന്നല്ലോ എന്ന്. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോഴും ബുക്ക് വായിക്കും, സ്കൂൾ വിട്ട് വന്നാലും ബുക്ക് വായിക്കും. നാളെ പരീക്ഷയുണ്ടെങ്കിലും പഠിക്കാനും സിലബസും ഒരുപാട് പോർഷൻസ് ഉണ്ടെന്ന് മനസ്സിലായാലും രാത്രി 9 മണിയായാലും ബുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോഴും വീട്ടിലേക്ക് കാര്യങ്ങളിൽ സഹകരണമില്ല. അപ്പോൾ പണ്ട് ഗെയിമിംഗ് ചെയ്തിരുന്ന ഐപാഡ് മാറ്റി അതിലേക്ക് പകരം ബുക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ തുടക്കത്തിൽ സമാധാനിച്ച പാരൻസിന് ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാധാരണ നമ്മുടെ ലോജിക്കിൽ നിന്ന് വിപരീതമായി കാണുന്ന, നമുക്ക് കുട്ടികളുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ കാണുമ്പോൾ ആ ഏജിൽ നമുക്ക് അലൗ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പെരുമാറ്റങ്ങളിൽ കവിഞ്ഞ് കാണുന്നത്. അപ്പം നമ്മൾ എളുപ്പത്തിൽ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഇതിനെ 3ആയിട്ട് തരംതിരിക്കും. ഒന്ന് ന്യൂറോ ഡെവലപ്മെൻ്റൽ എന്ന് പറയും. അതായത് വളരുമ്പോൾ ഇവരുടെ ബ്രെയിൻ വളരുന്നു എന്നാണല്ലോ നമ്മൾ പറയുക. ഈ ബ്രെയിൻ്റെ വളർച്ചാ കാലഘട്ടങ്ങളിൽ കാണുന്ന ബ്രെയിൻ്റെ വളർച്ചാപരമായ പ്രശ്നങ്ങൾ. അതിലാണ് നമ്മൾ ഈ മെൻ്റൽ റിട്ടാർഡേഷൻ അഥവാ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ. കുട്ടി വളരുന്നുണ്ട് ബോഡി കൊണ്ട്, പക്ഷേ മനസ്സിൻ്റെ അഥവാ ബ്രെയിനിൻ്റെ പക്വത അതിനനുസരിച്ച് വളരുന്നില്ല. രണ്ടാമത് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ. അതായത് കുഞ്ഞ് അവിടെയും വളരുന്നുണ്ട്, പക്ഷെ വളരുന്നത് സൊസൈറ്റിയിലെ സാധാരണ രീതിയിൽ നിന്നും വ്യത്യാസമായിട്ടാണ്. മൂന്നാമത് ADHD. അതായത് കുറച്ച് ശ്രദ്ധക്കുറവ്, കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി, കുറച്ച് എടുത്തുചാട്ടം ഇത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകും. അതിൽ കവിഞ്ഞ് പഠിത്തത്തെയും ഡേ ടു ഡേ ലൈഫിനെയും ബാധിക്കുന്ന വിധത്തിലുള്ള ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ക്ഷമ കുറവ്, അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഭാഷാപരമായ പ്രശ്നങ്ങൾ. അതേപോലെ നമ്മളിപ്പോൾ ചില കുട്ടികളെ കാണുമ്പോൾ പറയും ഡോക്ടറെ സോക്സ് ഇടാൻ ബുദ്ധിമുട്ടാണ്, ഷൂവിൻ്റെ ലേസ് കെട്ടാൻ പ്രശ്നമാണ്, അവൻ എത്ര ഭക്ഷണം വാരി കഴിക്കുമ്പോഴും പ്ലേറ്റിന് ചുറ്റുമായിട്ടുണ്ടാകും, പാത്രത്തിൽ നിന്ന് വൃത്തിയിലെടുത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ഒരു പ്രായം വരെ നമുക്ക് ഓക്കെയാണ്. പക്ഷേ 10 വയസ്സ് 12 വയസ്സായിട്ടും സ്പില്ല് ചെയ്യാതെ പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ കോർഡിനേഷൻ പ്രശ്നങ്ങൾ എന്ന് പറയും. ഹാൻഡും മൗത്തും തമ്മിലുള്ള കോർഡിനേഷൻ കുഞ്ഞിന് പ്രയാസമായിട്ട്. അപ്പോൾ ഇതൊക്കെ ന്യൂറോ ഡെവലപ്മെൻ്റൽ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമത് എക്സ്റ്റേണലൈസിങ് പ്രശ്നങ്ങൾ എന്ന് പറയും. പുറമേക്ക് കാണാം ഈ പ്രശ്നം. അതിനകത്ത് ഈ പെരുമാറ്റ വൈകല്യങ്ങൾ, കോണ്ടക്റ്റ് പ്രശ്നങ്ങൾ. ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു വിഷയമില്ല, എനിക്ക് എൻ്റെതായ നിയമങ്ങൾ, എനിക്ക് റൂളുകൾ അനുസരിക്കേണ്ട കാര്യമില്ല, കള്ളം പറയാം, മോഷ്ടിക്കാം, എന്ത് അപകടവും കാണിക്കാം, എന്ത് ഹൈ റിസ്ക് ബിഹേവിയറും ചെയ്യാം, തീയിട്ട് കത്തിക്കാം, മൃഗങ്ങളെ ഉപദ്രവിക്കാം. അപ്പോൾ കോണ്ടക്റ്റ് വൈകല്യങ്ങൾ ഇതിലാണ് എക്സ്റ്റേണലൈസിങ് പ്രശ്നങ്ങളിൽ. പിന്നെ അതോറിറ്റീസ് അല്ലെങ്കിൽ പാരൻസ് അവർ പറയുന്ന നല്ല കാര്യങ്ങൾ ഒബേ ചെയ്യാൻ അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഒപ്പോസിഷണൽ ഡിഫൈൻ പ്രോബ്ലങ്ങൾ എന്ന് പറയും. അതേപോലെ നേരത്തെ പറഞ്ഞ ADHDയുടെ ചില ലക്ഷണങ്ങളും പുറമേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എക്സ്റ്റേണലൈസിങ്, നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻറ്റേർണലൈസിങ്.
ആ കുഞ്ഞിന് ചിലപ്പം പുറത്തേക്ക് കാണുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ ഉത്കണ്ഠയുണ്ടാകും, വിഷാദം ഉണ്ടാവും, ആങ്സൈറ്റിയുടെ പലവിധ വകഭേദങ്ങൾ. നമ്മളിപ്പോൾ 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടീനെയൊക്കെ കാണുമ്പോൾ കുറച്ച് ദിവസമായിട്ട് കുട്ടി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നു, ആരോടും മിണ്ടുന്നില്ല, അപ്സെറ്റായിട്ട് കാണുന്നു. അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഉള്ളിൽ എപ്പോഴും പേടി, അച്ഛൻ പുറത്ത് പോയാൽ എന്തെങ്കിലും പറ്റുമോ, അമ്മയ്ക്ക് അപകടം പറ്റുമോ, ആവർത്തിച്ച് റിപ്പീറ്റഡായിട്ട് ചിന്തകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലും വരാം, ഒബ്സെഷൻസ് ആയിട്ട്. അപ്പോൾ ഈ ഒബ്സെഷൻസ്, ആങ്സൈറ്റിയുടെ പലവിധ വകഭേദങ്ങൾ, ഡിപ്രഷൻ, ഇതെല്ലാം ഉള്ളിലേക്ക് ഇൻറ്റേർണലൈസിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് കാണാം. അപ്പോൾ ഈ 3 വിഭാഗങ്ങളെ ആയിട്ട് വകതിരിച്ചിട്ടാണ് നമ്മൾ എളുപ്പത്തിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് പറയുക. അപ്പോൾ സാധാരണയിൽ കവിഞ്ഞുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും തുടർച്ചയായി വരുന്നുണ്ടോ? നമുക്ക് കുട്ടികളുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഇടയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ വന്നു പോവാം, തുടർച്ചയായി വരുന്നുണ്ടോ? രണ്ടാമത്, അവരുടെ ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കുന്നുണ്ടോ? ഒന്നിൽ കൂടുതൽ സെറ്റിങ്ങുകളിൽ ഇതിന് പ്രശ്നം വരുന്നുണ്ടോ? ഇപ്പോൾ വീട്, സ്കൂള്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. പിന്നെ അതുകൊണ്ട് അവരുടെ പഠിത്തത്തിന് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടുന്ന ആക്ടിവിറ്റീസ് കോൺസ്റ്റൻ്റായി ബാധിക്കപ്പെടുന്നുണ്ടോ? ഇങ്ങനെ വരുമ്പോഴാണ് ഇതൊരു പ്രോബ്ലം ബിഹേവിയർ ആവുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ എതിർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ റോളുകളൊന്നും എനിക്ക് ബാധകമല്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുക, അധ്യാപകരുടെ അടുത്താണെങ്കിലും വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്തരത്തിൽ പെരുമാറുന്ന കുട്ടികളുടെ വീഡിയോ ആണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ വൈറലാവുക അല്ലെങ്കിൽ പൊതു ഇടത്തിലൊക്കെ ലഭ്യമാവുന്ന രീതിയിൽ വരുമ്പോൾ അത് കൂടുതൽ അവർക്ക് വീണ്ടും ട്രോമാറ്റൈസിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലേ വീണ്ടും അവർ നേരിടേണ്ടി വരുന്നത്? അതിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ചൈൽഡ് സൈക്കോളജി നമ്മളെ പണ്ട് പഠിപ്പിക്കുമ്പം സാറ് പറയാറുണ്ട്, കുട്ടികളുടെ ടെമ്പറാമെൻറ്റ് പലപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പാരൻസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവരവരുടേതായ രീതിയിൽ എല്ലാ വഴിയും ഈ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ നോക്കി അവരെത്തിച്ചേരുന്ന കുറേ വഴികളുണ്ട്. എന്നിട്ട് പലപ്പോഴും അവസാനം പാരൻസിന് ബ്ലെയിം കേൾക്കേണ്ടി വരാറുണ്ട്. അതായത് അവർ വളർത്തി കുഴപ്പത്തിലാക്കി, അല്ലെങ്കിൽ അവർക്ക് വളർത്താൻ അറിയാത്തത് കൊണ്ട് പ്രശ്നം വന്നു. പക്ഷെ പലപ്പോഴും കുഞ്ഞിൻ്റെ ടെമ്പറാമെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പാരൻ്റ് അതിനെ മോഡിഫൈ ചെയ്യാൻ ട്രൈ ചെയ്ത് ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴുള്ള ഔട്ട്കം റിയാക്ഷൻസ് ആയിരിക്കാം കാണുന്നത്. അപ്പോൾ ഡിഫിക്കൽട്ട് ബിഹേവിയേഴ്സ് കുഞ്ഞുങ്ങളിൽ നിന്ന് വരുമ്പോൾ അത് ശരിക്ക് പറഞ്ഞാൽ വളരെ പക്വതയോട് കൂടി തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിൽ തർക്കമില്ല. പക്ഷേ 2 കുട്ടികൾ ഒരു വീട്ടിലാണെങ്കിലുള്ള അവസ്ഥ പോലും നമുക്ക് ഊഹിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുകയാണ്, ഒരുപാട് റോൾ റെസ്പോൺസിബിലിറ്റീസ് വേറെ ചെയ്യാനുണ്ട്. നാച്ചുറലി നമ്മുടെ ക്ഷമ കുറവായിരിക്കും. ഒരു കാര്യം ഒരു തവണ പറഞ്ഞിട്ട് നടക്കുന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ ക്ഷമ പോവും. എന്തുകൊണ്ട് ഇവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ള ഇറിറ്റേഷൻ കൂടിയാകുമ്പോൾ നാച്ചുറലി നമ്മുടെ ബിഹേവിയർ ആസ് എ പാരൻറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളോട് തന്നെ പലപ്പോഴും മോശമായി പോവാറുണ്ട്. ഇനി 40-45 കുട്ടികൾ നിറഞ്ഞൊരു ക്ലാസ്സിൽ ഇതുപോലെ പലവിധ ബഹളക്കാരും പ്രശ്നക്കാരും ഉണ്ടാകുമ്പോൾ അവിടെ എത്രമാത്രം പക്വതയോടുകൂടി പെരുമാറാൻ പറ്റും എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഓരോ ടീച്ചറിനും അത് ചാലഞ്ചാണ്. പക്ഷേ നമ്മളീ പറഞ്ഞതുപോലെ പഠിപ്പിക്കുമ്പോൾ പണ്ട് സാറ് പറയുമായിരുന്നു, ടീച്ചേഴ്സ് ആർ ദി ഗേറ്റ് കീപ്പേഴ്സ് എന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളിലുള്ള ആദ്യത്തെ സ്വഭാവ പ്രശ്നങ്ങൾ ഒരു പക്ഷേ കാണുന്നത് വീട്ടുകാരെ പോലെ തന്നെ പാരൻസ് കാണുന്നത് പോലെ തന്നെ ഒരു പക്ഷേ ടീച്ചേഴ്സ് ആയിരിക്കും. വീട്ടിലേക്കാളും ഒരു പക്ഷേ കൂടുതൽ സമയം കുഞ്ഞ് ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണല്ലോ. അപ്പോൾ ഇത് കണ്ട് ആദ്യത്തെ സിഗ്നലിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പലപ്പോഴും പ്രയാസമായിട്ട് വരാറുണ്ട്. മാത്രമല്ല ആ ഘട്ടത്തിൽ നിന്ന് അതിനൊരു റിസൾട്ട് കിട്ടാൻ വളരെ പ്രയാസവുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പക്വതയോടുകൂടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശരിക്കൊരു ചാലഞ്ചാണ്. പലപ്പോഴും ഇത്തരം വീഡിയോസ് റെക്കോർഡ് ചെയ്യേണ്ടിപ്പെടുന്ന സെനാരിയോസ് കാണുന്നത് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് പിന്നീട് കുട്ടികൾ വാദിക്കുന്നതായിട്ട് കാണാറുണ്ട്. പാരൻ്റ് പലപ്പോഴും കുട്ടികളുടെ കൂടെ നിന്നിട്ട് ടീച്ചേഴ്സ് അനാവശ്യമായിട്ടത് പ്രശ്നമാക്കുകയാണ്, കുട്ടികളെ ഹരാസ് ചെയ്യുകയാണ്, അങ്ങനത്തെ ഒരു വിവാദത്തിലേക്ക് പ്രശ്നങ്ങൾ തിരിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്.
നമുക്കിപ്പോൾ എന്തിനും എവിഡൻസ് ആണല്ലോ ഇന്നത്തെ കാലത്ത് വേണ്ടത്. അപ്പോൾ എവിഡൻസിന് നമുക്ക് പലപ്പോഴും വീഡിയോ റെക്കോർഡിങ്ങുകളെയും തെളിവുകളെയും ഒക്കെ ആശ്രയിക്കേണ്ടിയും വരാറുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ റെക്കോർഡിങ്സ് ഒക്കെ ഹാപ്പൻ ചെയ്യുന്നത് ഇത്തരം സിറ്റുവേഷനിലൂടെയാണോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ അത് സോഷ്യൽ മീഡിയയിലേക്ക് ലീക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അടുത്ത ലെവൽ ഇഷ്യൂ ആയി. കാര്യം എന്താ, നമുക്ക് ആ പ്രൈവറ്റ് ആയിരുന്ന ഒരു കാര്യം പബ്ലിക് സ്പേസിലേക്ക് കയറി കഴിയുമ്പോൾ ഇനി ആ കുട്ടീനെ നോക്കിക്കാണുന്ന രീതി അല്ലെങ്കിൽ സംസാരിക്കപ്പെടുന്ന രീതി, ഓൾറെഡി സെൽഫ് എസ്റ്റീം എത്രമാത്രം വൂണ്ടഡ് ആണെന്ന് നമുക്കറിയാത്ത, സ്വഭാവ പെരുമാറ്റത്തിൻ്റെ ഭാഗം എന്താണെന്ന് അറിയാത്ത കുഞ്ഞാകുമ്പോൾ കുഞ്ഞിന് വേണ്ടി വാദിക്കുന്നവർക്ക് നിശ്ചയമായും അതൊരു കോസ് ഓഫ് കൺസേൺ ആയിരിക്കും. അപ്പോൾ പക്വതയോടുകൂടി ഹാൻഡിൽ ചെയ്യണം എന്നൊരു ഭാഗത്ത് കൂടെ പറയുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഈക്വലി ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ വളരെ കോഷ്യസ് ആയിട്ട് വേണ്ടി വരും ഇന്നത്തെ കാലത്ത് ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളതിൻ്റെ സൂചനകളായിട്ട് നമുക്കിതിനെയൊക്കെ കാണാം. നമ്മളെപ്പോഴും ഈ പ്രശ്നക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ആ കുട്ടി പ്രശ്നക്കാരനാണ്, നമ്മൾ പറയണൊക്കെ സ്കൂളുകളിലും ഒക്കെ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും അവൻ കുറച്ച് പ്രശ്നക്കാരനാണ്, ഇങ്ങനെ പ്രശ്നക്കാരായ കുട്ടികളെ കുറിച്ചിട്ട് നിരന്തരം സംസാരിക്കാറുണ്ട്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, അവരുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയും. പക്ഷെ ഒരിക്കലും പ്രശ്നക്കാരായ മാതാപിതാക്കളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രശ്നക്കാരായ സ്കൂളിലും അധ്യാപകരിലും ഒക്കെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ, അതൊക്കെ ചേർന്നാണല്ലോ സൊസൈറ്റി. അപ്പോൾ ആ രീതിയിൽ കൂടി ഈ വിഷയത്തിനെ നമ്മൾ സമീപിക്കേണ്ടതല്ല. പ്രശ്നക്കാരായ കുട്ടികളെ മാത്രമല്ല, മറിച്ച് പ്രശ്നക്കാരായ അധ്യാപകരെയും പ്രശ്നക്കാരായ മാതാപിതാക്കളെയും ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണ്ടേ. എൻ്റെ കുട്ടികൾക്ക് ഒരു പക്ഷേ എൻ്റെയോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലെയോ ഒക്കെ ഒരുപാട് പ്രത്യേകതകൾ കിട്ടിയിട്ടുണ്ടാവും, സ്വഭാവത്തിലും ചിന്തയിലും പെരുമാറ്റത്തിലും ഒക്കെ. അപ്പോൾ ഇവരുടെ ബിഹേവിയറിൽ അറിഞ്ഞോ അറിയാതെയോ കുറേയൊക്കെ ജനറ്റിക് പ്രത്യേകതകൾ നമ്മുടേത് കിട്ടിയിട്ടുണ്ടാവും. ഇനി അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുമ്പം അവരുടെ ക്യാരക്ടറിലൊരു വ്യത്യാസം വരണമെങ്കിൽ ഇവർക്ക് മോഡലിംഗ് നല്ല രീതിയിൽ വരണം. കാണുന്ന ചിത്രങ്ങൾ, കേൾക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ കേൾക്കുന്ന സംസാരങ്ങൾ, അപ്പോൾ വീടിൻ്റെ അകങ്ങളും സ്കൂൾ അന്തരീക്ഷങ്ങളും അതിനൊപ്പിച്ചുള്ളതാവണം. പക്ഷേ പലപ്പോഴും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സ് ഉണ്ടാകുന്നുണ്ടാവാം, ഏറ്റവും നല്ല സ്കൂൾ ഉണ്ടാകുന്നുണ്ടാകാം, പക്ഷേ അവരുടെ സംസാരം, ഭാഷ, അവർ കേൾക്കുന്ന കാര്യങ്ങൾ, വീടകങ്ങളിലും സ്കൂളുകളിലുമുള്ള സ്വഭാവ രൂപീകരണത്തിൻ്റെ ഭാഗം പലപ്പോഴും ഹറാസ്മെൻറ്റ്സും ഇഷ്യൂസും ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബുള്ളി ചെയ്യപ്പെടുന്ന ഒരാൾക്ക് വിക്ടിമിന് പിന്നീട് പെർപെട്രേറ്റർ ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു ചൈൽഡിൻ്റെ പ്രോബ്ലം എന്നുള്ളതിൽ കവിഞ്ഞ് ആ യൂണിറ്റിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നുള്ള ലെവലിൽ തന്നെ, അതായത് ചൈൽഡ്, പാരൻറ്റ്, സ്കൂൾ യൂണിറ്റിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉൾപ്പെടെയുള്ള യൂണിറ്റിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും. അത്രത്തോളം മൊബൈലിന് അഡിക്റ്റ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അതിലിപ്പോൾ കുട്ടികൾ മുതിർന്നവരെന്നൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് വേർതിരിച്ച് നല്ലതേത് ശരിയേത് എവിടെ നിർത്തണം എന്നുള്ളതൊന്നും തിരിച്ചറിയാനുള്ളൊരു ബോധ്യം വന്നിട്ടില്ലാത്ത പ്രായത്തിൽ തന്നെ അവർക്ക് മൊബൈൽ കിട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. പലപ്പോഴും റീൽസിലൊക്കെ ഭയങ്കര അക്രമവാസനയുള്ള സാധനങ്ങളൊക്കെ ഈ കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടല്ലോ. അവർക്ക് ഏതാണ് ശരിയെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായത്തിലാണ് ഇതൊക്കെ കിട്ടുന്നത്. ഇതൊക്കെ ഇവരുടെ സ്വഭാവ രൂപീകരണത്തിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ പെട്ടെന്നുള്ള റിയാക്ട് ചെയ്യുന്ന, ഓവർ റിയാക്ട് ചെയ്യുന്നതിന് അതാണ് മോഡൽ എന്ന് വിചാരിച്ചിട്ട് ഇവർ ബിഹേവ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ബാധിക്കുന്നില്ലേ? അതായത് എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ സ്ക്രീൻസിനോട് അമിതമായ താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പൊതുവെ കുട്ടികൾക്ക് ഡിജിറ്റൽ സ്ക്രീൻസിനോട് ഇഷ്ടമായിരിക്കും. നമുക്കിപ്പോൾ ഒരു സമയത്തിലെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ വളരെ ഈസി ആയിട്ടുള്ളൊരു സോഴ്സ് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അനുയോജ്യമായ അല്ലെങ്കിൽ ഹാപ്പിനെസ് തരുന്ന ഒരു ഇൻസ്റ്റൻസ് ഉപാധി എന്ന് ചോദിച്ചാൽ സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കും അതെ, ഇപ്പോൾ മൊബൈലാണെങ്കിലും ഐപാഡ് ആണെങ്കിലും അതല്ല TV ആണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും ഇതൊക്കെ ഒരു ഹാപ്പിനെസ്സിൻ്റെ സോഴ്സ് തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ചില സമയങ്ങളിൽ ഇവർക്ക് ഈ ഡിവൈസുകളോടുള്ള ആക്സസ് സൂപ്പർവൈസ്ഡ് അല്ലാതെ ആകുന്നു, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വിട്ട് അവൈലബിൾ ആകുന്നു. ഇനി ചിലപ്പോഴെങ്കിലും ഈ കുട്ടികൾക്ക് ഇത് സെൽഫ് കൺട്രോളിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു അഡിക്ഷൻ റിലേറ്റഡ് ഇഷ്യൂവിലേക്ക് പോകുന്നത്. അത്തരം കുട്ടികൾക്ക് പലപ്പോഴും നമ്മൾ കാണുമ്പം ശ്രദ്ധക്കുറവുണ്ടാകും, ഏകാഗ്രതയുടെ പ്രശ്നങ്ങളുണ്ടാകും, അമിതമായിട്ട് ബോറടി വരുന്ന കുട്ടികളായിരിക്കും. ചിലർക്കെങ്കിലും സ്വഭാവ പെരുമാറ്റ പ്രശ്നങ്ങൾ, ഉത്കണ്ഠ, വിഷാദ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അനുബന്ധമായ പ്രശ്നങ്ങളുടെ ഒരു പുറമേക്കുള്ള എക്സ്പ്രഷനായിട്ട് ഈ ഓവർ സ്ക്രീൻ യൂസ് കാണാറുണ്ട്. ഇനി അതുമല്ല, വീട്ടിലെ പ്രശ്നങ്ങളുടെ ഔട്ട്കം ആയിട്ട് നമ്മൾ കാണാറുണ്ട്. കുഞ്ഞ് അൺഅറ്റൻഡഡ് ആണ്, അൺഒബ്സർവ്ഡ് ആണ്, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തൽക്കാലം കുട്ടിക്കൊരു ഫോണോ ഡിജിറ്റൽ ഡിവൈസോ കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഫാമിലി പെത്തോളജിയുടെ ഒരു ഔട്ട്കം ആയിട്ട് നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെ കാണാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമ്മളൊരു ഫാമിലി സൂപ്പർവൈസ് ചെയ്തിട്ടൊരു ഡിജിറ്റൽ ഡിവൈസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് നോ പറയാതെ, പിന്നെ ഇപ്പം നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള വഴികളുണ്ട്. ഇപ്പം പാരൻസ് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ peggy.org, esrb.org, ഇങ്ങനെ നമ്മളെ കുട്ടി ഉപയോഗിക്കുന്ന ഗെയിമുകൾ അവൻ്റെ പ്രായത്തിന് ഒപ്പിച്ചാണോ എന്ന് അറിയാൻ തന്നെ വളരെ ഈസി സൈറ്റുകളുണ്ട്. ഇനി അത്രമാത്രം എഡ്യൂക്കേറ്റഡ് അല്ല പാരൻറ്റ്, നമ്മൾ ഈ കുഞ്ഞ് കളിക്കുന്ന ഗെയിമിന് ഗൂഗിളിലൊന്ന് പേര് വെച്ച് അടിച്ച് നോക്കിയാൽ അത് ആ പ്രായത്തിന് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റും. ഇനി പ്രായം മാത്രമല്ല, അതിലെ കണ്ടൻറ്റ്, അതിൽ സെക്ഷുവാലിറ്റി കണ്ടൻറ്റ്, വയലൻസ്, ലീഗൽ ബൗണ്ടറി വയലേറ്റ് ചെയ്യുന്നുണ്ടോ, ഇത് മൂന്നും നമുക്കറിയേണ്ടി വരും. അടുത്തത് എത്ര നേരം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കുട്ടിക്കൊരു ഡിജിറ്റൽ ഡിവൈസ് കൊടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാ ഗെയിമുകളും അപകടകാരികളൊന്നുമല്ല. കുട്ടികൾക്കൊരു സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റുമാണ്, കുറച്ച് സമയം റിലാക്സ് ചെയ്യാനും പറ്റും. അൺസൂപ്പർവൈസ്ഡ് ആൻഡ് അൺലിമിറ്റഡ് എന്ന് പറയും. അതായത് ഒരു സപ്പോർട്ടും ഇല്ലാതെ ടൈം നീണ്ട് അവർ ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് ഈ ഡിജിറ്റൽ ഡിവൈസസിൽ ഇഷ്യൂ വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലത്ത് നമുക്ക് ഈ ഡിജിറ്റൽ ഡിവൈസുകൾ ഇല്ലാതെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനും എളുപ്പമല്ലല്ലോ. പിന്നെ നമുക്കും അറിയാം, ബേസിക്കലി നമ്മളൊരു സെക്കൻഡ് ഒന്ന് ബോറടിച്ചാൽ നമ്മളെ ഈസി സോഴ്സ് ഓഫ് റിലാക്സേഷൻ. അപ്പോൾ നമ്മളും ഒരുപാട് മോഡൽ ചെയ്യേണ്ടി വരും ഹെൽത്തി യൂസ്, പാരൻ്റ് ആണെങ്കിലും സ്കൂളിലെ ടീച്ചറാണെങ്കിലും. അപ്പോൾ ഒരു ഹെൽത്തി പാറ്റേൺ ഓഫ് യൂസ് ഹോൾ ഫാമിലി തന്നെ കൊണ്ടുവരേണ്ടിയും വരും. ആ ഡിജിറ്റൽ ഡിവൈസസിൻ്റെ ഒരു ഡിജിറ്റൽ ഹൈജീൻ നമ്മൾ ഫാമിലിയും സ്കൂളും അതിൻ്റെ അവെയർനെസ് പ്രോഗ്രാംസ് സ്കൂൾസും കൊടുത്തിട്ട് ഫ്രണ്ട് സർക്കിളിൽ ഒരു ഹെൽത്തി പാറ്റേൺ ഓഫ് യൂസ് കൊണ്ടുവരിക എന്നുള്ളത് ഇതിനൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഉള്ളൂ. ഇപ്പോൾ ഈ കുട്ടികൾ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഇവരിൽ നിന്ന് പൂർണ്ണമായിട്ട് ഡിജിറ്റൽ ഡിവൈസുകൾ മാറ്റി വയ്ക്കുക എന്നുള്ളതൊന്നും ഇനിയുള്ള കാലത്ത് സാധ്യമല്ല. പക്ഷേ കംപ്ലീറ്റ്ലി ഇതിലിരിക്കുന്ന ഭൂരിഭാഗം സമയവും ഇതിൽ മാത്രം ചിലവഴിക്കുന്ന കുട്ടികളും ഉണ്ടല്ലോ. അതിൽ ആശങ്കപ്പെടുന്ന മാതാപിതാക്കളും ഉണ്ട്. അവർക്ക് എന്താണ് ഡോക്ടർക്ക് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇവർക്ക് സജസ്റ്റ് ചെയ്യാനുള്ള എന്താ? ഇപ്പോൾ മൊബൈലിനെ മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് അവരുടെ ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും പാരൻസിന്? ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ചികിത്സിക്കുന്നുണ്ട്. DSM-5 പ്രകാരം അത് അങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ട്, ചികിത്സിക്കപ്പെടേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് അതെത്തി. പണ്ട് ഞാൻ സൈക്കാട്രി MD പഠിക്കുന്ന കാലത്ത് അഡിക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 6ഓളം ലഹരി സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെ 14ഓളം അഡിക്റ്റിംഗ് സബ്സ്റ്റൻസുകൾ പഠിക്കുന്നുണ്ട് എല്ലാ ഏജിലും. അഡൾട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കുട്ടികളിലും കാണുന്നുണ്ട്. പണ്ട് പെരുമാറ്റങ്ങൾ അഡിക്ഷനാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പെരുമാറ്റങ്ങൾ അഡിക്ഷനാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലാണ് ഈ ഇൻ്റർനെറ്റ് ഗെയിമിംഗ് വരുന്നത്, ഗാംബ്ലിംഗ് വരുന്നത്, അമിതമായിട്ട് കൺട്രോൾ വിട്ട് സെൽഫി എടുക്കുന്നത്, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, അമിതമായി കൺട്രോൾ ഇല്ലാതെ വിൻഡോ ഷോപ്പിംഗ് ചെയ്യുന്നത്, ഇങ്ങനെ കൺട്രോൾ ഇല്ലാത്ത എക്സസൈസ് പാറ്റേൺ. ഏത് പെരുമാറ്റവും കൺട്രോൾ വിട്ട് ഒരു അഡിക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് പോയാൽ റിസ്ക് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന പഠനങ്ങൾ ഒരുപാടുണ്ട്. അതായത് പെരുമാറ്റങ്ങളും റിസ്ക് ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കാണുന്ന സ്വഭാവത്തിൽ ഒരു റിസ്കി പാറ്റേൺ ഉണ്ടോ എന്ന് പാരൻ്റ് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇല്ലേ, കുട്ടിയുടെ അടുത്ത് മൊബൈൽ ഫോൺ കാണുമ്പോഴേക്കും പാരൻ്റ് ടെൻഷനായി, അതിൽ പാരൻ്റ് ബഹളം വെച്ച്, അപ്പോൾ പാരൻറ്റിന് മനസ്സിലാക്കുന്നില്ല എന്നുള്ള കൺസേൺ കുഞ്ഞ് ഷെയർ ചെയ്ത്, ഇങ്ങനെ അവരത്
അത് പരസ്പരം ഒരു വലിയ വിഷയമായിട്ടായിരിക്കും നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ യൂസ് പാറ്റേൺ എങ്ങനെയാണെന്ന് പാരൻ്റ് ആദ്യം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ലിമിറ്റ് വിടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടൻറ്റിൽ പ്രശ്നമുണ്ടെങ്കിൽ കുട്ടീനോട് അത് ഒരു ടോക്കിംഗ് ടേംസിൽ സംസാരിക്കാനുള്ള അടുപ്പം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന് എനിക്ക് നല്ലോണം റേഞ്ചും കണക്ഷനും ഉണ്ടെങ്കിലേ ഞാൻ പറയുന്ന കാര്യം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കേൾക്കുള്ളൂ. അതായത് കണക്ഷൻ പ്രോപ്പർ ആണെങ്കിലേ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടേക്ക് കേൾക്കുള്ളൂ. പലപ്പോഴും പാരൻ്റ് പറയുന്നത് കുഞ്ഞ് അനുസരിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് ഈ കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ കാര്യം പറയും, അവൻ അനുസരിക്കണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വൺ സൈഡഡ് ആകുമ്പം കണക്ടിവിറ്റി അവിടെ നഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ കുഞ്ഞിനെ കേൾക്കുമ്പോഴേക്കും ഇപ്പോൾ നമുക്ക് കുട്ടികളാണെങ്കിൽ അവരെ ആ സ്പോട്ടിൽ കരയുകയാണെങ്കിൽ നീ എന്തിനാ കരയണേൻ്റെ ആവശ്യം എന്താ, നീ മിണ്ടാതിരിക്കുക, കരച്ചിൽ നിർത്ത്, നമുക്കത് അപ്പം നമ്മുടെ കുട്ടികളിൽ സോർട്ട് ഔട്ട് ചെയ്യണം. പക്ഷേ പുതിയ ജനറേഷനിൽ ഇപ്പം ജനറേഷൻ Z തൊട്ടിട്ടുള്ള കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നാണ് പറയണേ. കാര്യം എന്താ വെച്ചാൽ പണ്ട് ലൈഫ് ഒരുപാട് ലെസൺസ് പഠിപ്പിച്ചൊരു കാലത്ത് ജീവിച്ച ജനറേഷന് ലൈഫ് ഒരുപാട് ലെസൺസ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇപ്പോൾ അവസരം കൊടുക്കുന്നില്ലല്ലോ. നമ്മളെല്ലാം പ്രൊട്ടക്റ്റീവായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ കേൾക്കാൻ, മോൻ അങ്ങനെയാണോ അപ്പോൾ ഫീൽ ചെയ്തേ, മോൻ അതാണോ തോന്നിയത്, ആ ഫീലിങ്സ് വാലിഡേറ്റ് ചെയ്യാൻ, എന്നിട്ട് കേട്ടിട്ട് നമുക്ക് ഒപ്പീനിയൻ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാൻ, കോസ് ഓഫ് കൺസേൺ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, ഇങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ആ കൺസേൺ നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സ്ക്രീൻ ടൈം കൂടുന്നുണ്ട്, അത് സ്വഭാവ പെരുമാറ്റ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ നമുക്കൊരു സൈക്കോളജിക്കൽ ഗൈഡൻസോ ഹെൽപ്പ് കൊടുക്കാം. പിന്നെ എപ്പോഴും നമ്മളിപ്പോൾ ഒരു ടൈമിലേക്ക് കൊടുക്കുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും പാരൻസ് പറയുക പഠിച്ചു കഴിഞ്ഞാൽ ഗെയിം കളിച്ചോ. അപ്പോൾ പലപ്പോഴും അതിലൊരു ബ്രൈബിങ്ങാണ് നടക്കുന്നത്. ഇത് ചെയ്താൽ അത് തരാം. അപ്പോൾ കുട്ടി കുറച്ച് കഴിഞ്ഞാൽ പറയും ഞാൻ പഠിക്കണമെങ്കിൽ എനിക്ക് ഫോൺ തരണം. അതിന് പകരം നമ്മൾ പണ്ട് ഗ്രാൻഡ് മാസ് റൂൾ എന്നാണ് നമ്മളതിൽ പറയുക, ചീര കഴിച്ച ശേഷം ഐസ്ക്രീം കഴിക്കാം, അപ്പോൾ പഠിച്ച് കഴിഞ്ഞ ശേഷം ഗെയിം കളിക്കാം. അപ്പോൾ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കുഞ്ഞ് ചെയ്തതിന് ശേഷം കുഞ്ഞിന് ആവശ്യമുള്ള ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ ഇത്ര ടൈമിലേക്കാണ്, ഇനി ടൈം തീർന്നാൽ ചെന്ന് പിടിച്ച് വാങ്ങിക്കുന്നതിന് പകരം ഇത്ര ടൈമാണ് ഉള്ളത്, ഇനി ആ ടൈമും ക്രോസ് ചെയ്ത് പോകുമ്പം അവിടെ ഇരുന്ന് എന്താ നോക്കുന്നതെന്ന് നോക്കി പീരിയോഡിക്കലി പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള നമ്മുടെ ക്ഷമയുണ്ടല്ലോ, അത് ഇന്നത്തെ കാലത്ത് വളരെ ക്രൂഷ്യലാണ്. ഇനി അഥവാ നമുക്ക് ക്ഷമ കിട്ടിയില്ല, കയ്യിൽ നിന്ന് പാളിപ്പോയെങ്കിൽ ഫോർഗീവ്നെസ് ചോദിക്കാൻ, എപ്പോളജൈസ് ചെയ്യാൻ കുഞ്ഞുങ്ങളോട് ഒരു മടിയും വിചാരിക്കേണ്ട. അമ്മയ്ക്ക് തെറ്റിപ്പോയി, അമ്മ വിൽ കറക്റ്റ്. അപ്പോൾ കുഞ്ഞിന് അടുത്ത ലൈഫ് എക്സ്പീരിയൻസാണ് കിട്ടണേ. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ ക്ഷമ ചോദിച്ച് കറക്റ്റ് ചെയ്യാം. കുറച്ച് എക്സ്പീരിയൻസസ് അവർക്ക് ലൈഫിൽ നിന്ന് കൊടുക്കാൻ, ചെറിയ ചെറിയ ഡിസിഷൻസ് അവരെ ലൈഫിലെടുക്കാൻ, പ്രോബ്ലം വന്നാൽ ഫേസ് ചെയ്യാൻ, വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കൂടെ ചേർക്കാൻ. ഇങ്ങനെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുമ്പോൾ ഡിജിറ്റൽ സ്ക്രീനിലേക്ക് അവർ ഒരുപാട് പോവില്ല. ഔട്ട്ഡോർ പറ്റുമ്പോഴൊക്കെ അത് ചെയ്യിപ്പിക്കുക. കുറച്ചുകൂടി ഇൻറ്ററാക്ഷൻ കൂട്ടുന്ന വിധത്തിലുള്ള ഇൻറ്ററാക്റ്റീവ് പ്ലാറ്റ്ഫോംസ് പറ്റുന്നത് പോലെ കൊടുക്കുക. നമ്മളിപ്പോൾ വേറൊരു ഫെസിലിറ്റിയും കൊടുക്കാതെ കുട്ടി ഒറ്റയ്ക്ക് വീട്ടിലാകുമ്പോൾ നാച്ചുറലി കുട്ടിക്ക് എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പോൾ അത് നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. നമ്മൾ ബിഹേവിയറൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒട്ടും പറയാതെ പറ്റാത്തൊരു വിഷയമാണ് ലഹരിയുടെ ഉപയോഗം കൂടെ. അപ്പോൾ ഈ അടുത്ത് കണ്ടൊരു അഭിമുഖത്തിൽ തന്നെ ലഹരിയിൽ നിന്ന് തിരിച്ചു വന്നൊരു കുട്ടിയാണ് പറയുന്നത്, ഈ ലഹരി കയ്യിൽ കിട്ടാതിരിക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാരെ പോലും അപായപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറാനാണ് തോന്നുക, ചുറ്റുള്ളതൊക്കെ അടിച്ചുടയ്ക്കാനാണ് തോന്നുക എന്നൊക്കെ. അപ്പം കുട്ടികളിൽ ഇങ്ങനത്തെ പെരുമാറ്റ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വൈകാരികമായിട്ട് പെരുമാറുന്നത് കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുകയും കൂടി ചെയ്യേണ്ടതല്ലേ? അബ്നോർമലായിട്ടുള്ള പെരുമാറ്റങ്ങൾ അതുവരെ കാണാത്ത കുട്ടികളിൽ പ്രത്യേകിച്ച് കാണുമ്പോൾ ലഹരി സാധനങ്ങളുടെ ഉപയോഗം, എസ്പെഷ്യലി അവർ കൗമാരത്തിലേക്ക് കൂടി കടക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പലതരം എക്സ്പോഷേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ലഹരി സാധനങ്ങൾ ഏത് സാധനമാണെങ്കിലും അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചോളണം എന്നില്ല. ചില കുട്ടികൾക്ക് ചെറിയ അളവിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് അവരുടെ സ്വഭാവത്തിനെ പെരുമാറ്റത്തിനെ വ്യത്യാസപ്പെടുത്തിയേക്കാം. അപ്പോൾ അൺയൂഷ്വൽ ബിഹേവിയേഴ്സ് റീസെൻ്റായിട്ട് അടുത്ത കാലത്തായിട്ടാണ്
ആണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ അത് അവരുടെ കൂട്ടുകെട്ട്, പിയേഴ്സ്, ഫ്രണ്ട്സ് ആരാണ്, എത്ര സമയം പുറത്തുണ്ട്, റിസ്ക് ഉള്ള പ്രോബ്ലം ബിഹേവിയേഴ്സിന് സാധ്യതയുണ്ടോ, പൈസ എങ്ങനെ കുട്ടി ഉപയോഗിക്കുന്നു, എന്തൊക്കെ പർപ്പസിന്. നമ്മളിപ്പോൾ പല സ്കൂളുകളും കാണുമ്പോൾ ഒരുപാട് സ്കൂൾ ബേസ് ചെയ്തിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് കുട്ടികളിൽ കാണുന്നുണ്ട്. വീട്ടിലെ ഗോൾഡ് കുട്ടികളെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അമ്മമാർക്ക് പലപ്പോഴും അവർ എവിടെയാണ് വെച്ചത്, ഊരി വെച്ചത് എന്ന് ഓർത്തെടുക്കാൻ കഴിയുമ്പോഴേക്കും ചെറിയ എമൗണ്ടിനാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ കുട്ടികളാണ് സെയിൽ ചെയ്യുന്നത്. വളരെ വിഷമത്തോടുകൂടി ഞാൻ പറയാണ്, പല സ്കൂളിലും ടീച്ചേഴ്സിന് വെഹിക്കിൾ കൊണ്ടുവന്ന് നിർത്താൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ കാർ എംബ്ലംസ് കുട്ടികൾ സെയിൽ ചെയ്യുന്നുണ്ട്, അതിനൊരു എമൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ചെയ്യുന്നത് പലപ്പോഴും സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ലഹരി സാധനങ്ങൾ വാങ്ങി എക്സ്പ്ലോർ ചെയ്യാനോ. അപ്പോൾ ഇങ്ങനത്തെ അൺയൂഷ്വൽ ബിഹേവിയേഴ്സ് സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ കാണുമ്പോൾ നമ്മൾ അലേർട്ടായി അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് സൊല്യൂഷൻ. ഇനി ഇതിനെ നേരിടുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഒന്നാമത് ഇത് തിരിച്ചറിയുക എന്നുള്ളത്, രണ്ടാമത് ഇതിനെ എങ്ങനെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ്റെ അടുത്ത് എത്തിച്ച് ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പലപ്പോഴും വീടുകളിലാണെന്നുണ്ടെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഈ രണ്ട് സ്പേസാണ് ഏറ്റവും പെട്ടെന്ന് ഇത് തിരിച്ചറിയേണ്ട ഇടങ്ങൾ. പക്ഷെ അവിടെ തിരിച്ചറിയാൻ വൈകുന്നതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ കുറച്ചും കൂടി സ്വഭാവത്തിൽ പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത്. എങ്ങനെ ഇവരെ അടുത്ത് എത്തിക്കേണ്ടത്, വിദഗ്ധനടുത്ത് എത്തിച്ചു കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള പ്രോസസ്സൊക്കെ എങ്ങനെയാണ്? അതായത് അവരെ ചികിത്സിക്കുന്ന രീതിയൊക്കെ ഏത് രീതിയിലായിരിക്കും? എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. ഏറ്റവും പ്രധാനം അത് കുറച്ച് സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത്. അവർ വലിയ കുറ്റക്കാരാണ്, അവർ വലിയ കുഴപ്പക്കാരാണ്, പ്രോബ്ലം മേക്കേഴ്സാണ് എന്നുള്ളതിന് പകരം കുട്ടിക്കല്ല, ചില പ്രോബ്ലം ബിഹേവിയേഴ്സിനെ, ചില പെരുമാറ്റ പ്രശ്നങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഈ കൂട്ടിപ്പിടിക്കുക എന്ന് പറയില്ലേ, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യാനും കൂട്ടിപ്പിടിക്കാനും എല്ലാ മനുഷ്യർക്കും സാധിക്കും. പക്ഷേ ഒരു പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന ആളെ നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞത് ശരിക്കും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് സെൻസിബിളായിട്ട്, ഓവർ ആയിട്ട് അതിലൊരു പ്രോബ്ലം ആക്കാതെ ഒരു ട്രീറ്റ്മെൻറ്റ് പാത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ടൈപ്പ് കുട്ടികളുടെ അടുത്തുനിന്ന് ഒരുപാട് സഹകരണമൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവരിക, ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുക. പാരൻസിനും അതെ, ഭയങ്കര ബേൺ ഔട്ടാണ്, ചാലഞ്ചിങ് ആണ്. അപ്പോൾ ആ ഘട്ടത്തിൽ പാരൻസിനെയും സപ്പോർട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ പാരൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയും. പലപ്പോഴും പാരൻസിനെയാണ് അധിക സമയം നമുക്ക് കൗൺസിൽ ചെയ്യേണ്ടി വരാറ്. എന്നിട്ട് കുട്ടിക്ക് ഏത് ലെവലിൽ സ്വഭാവ പെരുമാറ്റ പ്രശ്നങ്ങളുണ്ട്, അത് മരുന്ന് കൊടുത്ത് ശരിയാക്കേണ്ട വിധത്തിലുള്ള ഉത്കണ്ഠ, സ്വഭാവ പെരുമാറ്റ ADHD ഭാഗ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല സൈക്കോളജിക്കലായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ. നമ്മൾ ബേസിക്കലി ഒരു ട്രീറ്റ്മെൻറ്റ് സെറ്റപ്പിൽ മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയും. അപ്പം സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതേപോലെ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, ഫാമിലി സപ്പോർട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം സപ്പോർട്ടാണ് ഈ പ്രശ്നങ്ങളെ യൂഷ്വലി നേരിടുക. ചില കുട്ടികൾക്ക് ഫാസ്റ്റായിട്ട് പിക്കപ്പ് ചെയ്ത് പോവും, ചില കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ടൈം ടേക്കിംഗ് പാത്തായിരിക്കും. അങ്ങനെ വരുമ്പം ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവാൻ പാരൻസിന് കോൺഫിഡൻസ് കൊടുക്കുന്നതും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്.